ആരോഗ്യത്തിന് നല്ലതാണെന്ന് കരുതി ദിവസവും വാങ്ങുന്ന ചീരയും മല്ലിയിലയും എല്ലാം ശരീരത്തിലേക്ക് എത്തിക്കുന്നത് മാരകമായ കീടനാശിനികളാണോ? കാണാൻ നല്ല ഭംഗിയുള്ള കേടുപാടുകളൊന്നുമില്ലാത്ത ഇലക്കറികളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത് ഒരു കെണി കൂടിയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ കീടനാശിനികൾ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെയും മെറ്റബോളിസത്തെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കും. അപ്പോൾ കടകളിൽ വെച്ച് തന്നെ ഈ കീടനാശിനികൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കിയാലോ? കടകളിൽ നിന്ന് ഇലക്കറികൾ വാങ്ങിക്കുമ്പോൾ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. ഇലകളുടെ മുകളിൽ എണ്ണമയമോ അസ്വാഭാവികമായ തരത്തിലുള്ള എന്തെങ്കിലും തിളക്കമോ കാണുകയാണെങ്കിൽ അത് കീടനാശിനിയുടെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയണം. കാരണം കീടനാശിനികൾ ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി വയ്ക്കുന്ന ഒരുതരം പാളിയാണിത്. ഇനി ഇലക്കറികൾ വാങ്ങുമ്പോൾ ഒന്ന് മണത്ത് നോക്കുക. രൂക്ഷമായ എന്തെങ്കിലും ഗന്ധമോ അല്ലെങ്കിൽ ഒരു പുളിപ്പ് മണമോ തോന്നുകയാണെങ്കിൽ അതിൽ കീടനാശിനിയുടെ അംശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ഇലകളുടെ പുറകുവശത്ത് നീല നിറത്തിലോ അല്ലെങ്കിൽ വെളുത്ത നിറത്തിലോ ഉള്ള പൊടികൾ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. പുഴുക്കളൊന്നും കടിക്കാത്ത നല്ല ഭംഗിയുള്ള ഇലകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രകൃതിദത്തമായ ഇലകളിൽ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഇനി നിങ്ങൾക്കറിയാവുന്നതോ അല്ല ഓർഗാനിക് ആയിട്ടുള്ളതോ ആയ സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്നാണ് ഇലക്കറികൾ വാങ്ങിയതെങ്കിലും വീട്ടിൽ വെച്ച് അവ നന്നായി വൃത്തിയായി കഴുകണം. വിഷാംശം കളയാൻ ലളിതമായ ഒരു മാർഗം നോക്കാം. ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് അല്പം വിനാഗിരിയും അല്പം കല്ലുപ്പും അല്ലെങ്കിൽ അല്പം ബേക്കിംഗ് സോഡയും ചേർക്കുക. ഇലക്കറികൾ ഈ വെള്ളത്തിൽ ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ മുക്കി വയ്ക്കാം. അതിനുശേഷം 1-2 തവണ വെള്ളം മാറ്റി നന്നായി വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇലകളുടെ പുറംഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭൂരിഭാഗം കീടനാശിനികളും നീക്കം ചെയ്യാൻ ഈ രീതിയിലൂടെ നന്നായി സാധിക്കും. നല്ലൊരു ഡയറ്റും ഫിറ്റ്നസും ശീലമാക്കുമ്പോൾ നമ്മൾ ശരീരത്തിനുള്ളിലേക്ക് നൽകുന്ന ഇന്ധനവും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ജാഗ്രതകൾ പോലും നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.